ഹായ്, Xylem Learning ആപ്പിൽ നിന്ന് LK ആണ്. നീറ്റ് എക്സാമിനേഷൻ്റെ അവസാന സമയത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇതുവരെ പഠിച്ചതിനെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ പോകുന്ന നേരത്തിന് വേണ്ടി നിങ്ങൾ അവസാനമായി തയ്യാറെടുക്കുകയാണ്. എനിക്കറിയാം, ഒരുപാടേറെ ടെൻഷനുകൾ നിങ്ങളുടെ ചുറ്റും ഇപ്പോഴും ഉണ്ടാവും. ഏത് വലിയ പരീക്ഷയെ നാം അഭിമുഖീകരിക്കുമ്പോഴും സ്വാഭാവികമായും അതുണ്ടാവും എന്നതാണ് നേര്. അതിനെ കൂടെ മറികടന്ന് വേണം, അതിനെ കൂടെ തോൽപ്പിച്ച് വേണം നീറ്റ് എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ പോവാൻ എന്നതുകൊണ്ടാണ് ഈ നേരം ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ബെർത്തോൾഡ് ബ്രെഹ്റ്റിൻ്റെ ഒരു പ്രയോഗമുണ്ട്: കടുവകളെ ഞാൻ വെട്ടിച്ചു പോന്നു, സിംഹങ്ങളെയും ഞാൻ മറികടന്നു, ഇപ്പോഴെന്നെ തിന്നുന്നത് മൂട്ടകളാണ് എന്ന്. കടുവകളെയും സിംഹങ്ങളെയും വെട്ടിച്ചു പോന്നവരാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നത് മൂട്ടകളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കടുവകളെയും സിംഹങ്ങളെയും ഈസിയായി വെട്ടിച്ച് കടന്നു പോന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂട്ടകൾ ഒരു വെല്ലുവിളിയേ അല്ല എന്ന സ്വയം ബോധ്യമാവണം ഇനി അങ്ങോട്ടേക്കുള്ള നേരം നിങ്ങളെ നയിക്കേണ്ടത്. ഈ പരീക്ഷ ഒരു സിമ്പിൾ പരീക്ഷയായിരിക്കും എന്ന ധാരണയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതില്ല. 2016 മുതൽ 2021 വരെ നടന്ന നീറ്റ് എക്സാമിനേഷനുകളെല്ലാം എളുപ്പമായിരുന്നു എന്നതുകൊണ്ട് ഈ എക്സാമിനേഷനും എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതുമില്ല. ഒരുപക്ഷെ പരീക്ഷാ ഹാളിൽ വെച്ച് ഒരു ക്വസ്റ്റ്യൻ അൺഎക്സ്പെക്റ്റഡായി ടഫായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പതറിപ്പോവാൻ അതുമാത്രം മതിയാവും. സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചു പോയാൽ, അല്പമൊന്ന് പ്രയാസപ്പെടുത്തിയാൽ പോലും നാം അപ്പാടെ പതറിപ്പോകുന്ന സാഹചര്യമുണ്ടാവും. സോ ഈ പരീക്ഷ അല്പം പ്രയാസമായിരിക്കും എന്ന് വിചാരിച്ച് തന്നെ നീറ്റ് എക്സാമിനേഷന് തയ്യാറെടുക്കണം. ഈ പരീക്ഷ ഒരുപക്ഷെ എന്നെ ബുദ്ധിമുട്ടിച്ചേക്കാം, ഞാൻ കീഴടങ്ങില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിലേക്ക് പോകണം. 20 മിനിറ്റ് എക്സ്ട്രാ ടൈം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ബി പാർട്ട് അല്പം ടഫായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. അപ്പോൾ ആ പരീക്ഷ ഏത് നിലവാരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നാലും ഇതിനേക്കാൾ ബുദ്ധിമുട്ടാവുന്ന ഒരു പരീക്ഷയെ പ്രതീക്ഷിച്ച ആളായി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയും. സോ വേഗം എഴുതിപ്പോവാൻ വേണ്ടി ശ്രമിക്കണം. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് എളുപ്പം ഉത്തരം എഴുതി പരീക്ഷ മുഴുവനാക്കാൻ വേണ്ടി ശ്രമിക്കണം. നേരം കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനിടയിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടിക്കുന്ന 1, 2, 3, 10 ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോവാതെ ആ ചോദ്യങ്ങളെ ബുദ്ധിപൂർവം മാറ്റിവെച്ച് ബാക്കി മുഴുവൻ ചോദ്യങ്ങളും എഴുതിക്കഴിഞ്ഞ ശേഷം ആ ചോദ്യങ്ങളിലേക്ക് തിരികെ വരാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ നിങ്ങൾ എഴുതി തീർത്ത 90% ചോദ്യങ്ങളുടെ കരുത്ത് ബാക്കി വരുന്ന 10% ചോദ്യങ്ങൾ എളുപ്പത്തിൽ എഴുതി തീർക്കാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയില്ല. ഈ പരീക്ഷ നിങ്ങളുടെ പരീക്ഷയാണ്. ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട ഒരാളായി നിങ്ങൾ പുറത്തു വരും, എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലൊരു അഭിമുഖ സംഭാഷണത്തിനിടയിൽ ചേതൻ ഭഗത് എന്നോട് പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്: നിങ്ങളുടെ തീന്മേശയിലെ മികച്ച വിഭവമാവാൻ എനിക്ക് കഴിയില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ തീന്മേശയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് എന്ന്. ഞാനല്ല നിങ്ങളുടെ ബെസ്റ്റ് ഓതർ, പക്ഷേ ഞാനാണ് നിങ്ങളുടെ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ എന്ന്. ചരിത്രം എന്നെ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരൻ എന്നടയാളപ്പെടുത്തിയേക്കില്ല, പക്ഷേ ചരിത്രം എന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ എന്ന് തന്നെ അടയാളപ്പെടുത്തും എന്ന്. അതൊരു ആത്മബലമാണ്, അതൊരു ഉറപ്പാണ്, അതൊരു സ്വയം ബോധ്യമാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളെ നയിക്കേണ്ടതും അതാണ്. ആ പട്ടികയിൽ നിങ്ങൾ അടയാളപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയണം. ഒരുപക്ഷെ ആ പട്ടികയിൽ ഒന്നാമത് നിങ്ങൾക്ക് നിങ്ങളെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല, പക്ഷെ നിങ്ങളെ ആ പട്ടികയിൽ അടയാളപ്പെടുത്താനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ ആ പട്ടികയിൽ ഒന്നാമത് നിങ്ങളെ അടയാളപ്പെടുത്താൻ നിങ്ങളെ തടയുന്ന 1, 2, 3 പ്രയാസം പിടിച്ച ചോദ്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും നിങ്ങളെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റിവെച്ചാൽ നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുന്ന, നിങ്ങളെ ആ പട്ടികയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരുപാടേറെ ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് എന്ന ബോധ്യമാണ് ഇനി അങ്ങോട്ടേക്കുള്ള നിമിഷം നിങ്ങളെ നടത്തേണ്ടത്. ഈ പരീക്ഷ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ബെർത്തോൾഡ് ബ്രെഹ്റ്റിനെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്: മൂട്ടകളെ നിങ്ങളെ തിന്നാൻ അനുവദിക്കരുത്.